ജനുവരി 20 രക്തസാക്ഷികളായ വിശുദ്ധ ഫാബിയൻ മാർപ്പാപ്പയും വിശുദ്ധ സെബസ്ത്യാനോസും. 236 വർഷം റോമയിൽ ജനങ്ങളും വൈദികരും ഒരുമിച്ചുകൂടി ഒരു പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി സമ്മേളിച്ചിരിക്കുമ്പോൾ അവിടേക്ക് ഫാബിയൻ എന്ന് പറയുന്ന ഒരു അൽമായ കർഷകൻ കടന്നെത്തി. അതേ സമയത്ത് ഒരു പ്രാവ് പറന്നു വന്ന് ഫാബിയൻ്റെ ശിരസിലിരുന്നുവെന്ന് ചരിത്രകാരനായ എവൂസേബിയൂസ് പറയുന്നു. ഇതിനെ ഒരു സ്വർഗീയ അടയാളമായി കരുതി വൈദികരും ജനങ്ങളും ഏകകണ്ഠമായി ഫാബിയനെ തന്നെ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തു. 14 കൊല്ലം അദ്ദേഹം തിരുസഭയെ ഭരിച്ചു. ഡേസിയൂസിൻ്റെ മതപീഡന കാലത്ത് 250 ഫാബിയൻ രക്തസാക്ഷി മകുടം ചൂടി. വിശുദ്ധ കലിസ്റ്റസിൻ്റെ ഭൂഗർഭ ആലയത്തിൽ അദ്ദേഹത്തിൻ്റെ ശവകുടീരം ഇന്ന് സ്ഥിതി ചെയ്യുന്നുണ്ട്. സ്മാരകശില 4 കഷണമായി തകർന്നു കിടക്കുകയായിരുന്നു. 3 ഗ്രീക്ക് വാക്കുകൾ ഇപ്പോഴും അതിൽ കാണുവാൻ സാധിക്കും: ഫാബിയൻ, ബിഷപ്പ്, രക്തസാക്ഷി. വിശുദ്ധ സെബസ്ത്യാനോസ് 257 ജനനം. യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി 288 വർഷം രക്തസാക്ഷി മകുടം ചൂടിയ വിശുദ്ധ സെബസ്ത്യാനോസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഒരു റോമൻ സൈനിക ഉദ്യോഗസ്ഥനായിരുന്ന സെബസ്ത്യാനോസ് ഗോളിൽ നർബോണയിലാണ് ജനിച്ചത്. സ്വാഭാവികമായി സൈനിക സേവനം അദ്ദേഹത്തിന് അരോചകമായിരുന്നുവെങ്കിലും ക്രിസ്തീയ വിശ്വാസത്തെ പ്രതി അറസ്റ്റ് ചെയ്യപ്പെടുന്നവരെ സഹായിക്കുവാൻ വേണ്ടി റോമിലേക്ക് പോയി സൈന്യത്തിൽ ചേർന്നു. 283 ഈ ധീരമായ കാൽവെപ്പ്. അന്ന് ഇരട്ട സഹോദരന്മാരായ മാർക്കസും മർസലിനൂസും ക്രിസ്ത്യാനികളെന്ന കാരണത്താൽ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയായിരുന്നു. ബന്ധുജനങ്ങളുടെ പ്രേരണയാൽ രക്തസാക്ഷിത്വം ഉപേക്ഷിച്ച് മതത്യാഗത്തിന് തയ്യാറായിക്കൊണ്ടിരുന്ന ഈ സഹോദരന്മാരെ സെബസ്ത്യാനോസ് ജയിലിൽ പോയി ധൈര്യപ്പെടുത്തി. ജയിലിൽ വെച്ച് അദ്ദേഹം ചെയ്ത ഉപദേശം ജയിൽവാസികളുടെ ഹൃദയത്തെ ഹഠാത് ആകർഷിച്ചു. നിക്കോസ്ട്രാറ്റസിൻ്റെ ഊമയായിരുന്ന ഭാര്യയെ അദ്ദേഹം സുഖപ്പെടുത്തി. 16 ജയിൽവാസികൾ മാനസാന്തരപ്പെട്ടു. മാർക്കസിൻ്റെയും മർസലിനൂസിൻ്റെയും പിതാവ് ട്രിമിലിയാനുസ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതോടെ അദ്ദേഹത്തിൻ്റെ വാതരോഗം സുഖപ്പെട്ടു. ഇക്കാര്യങ്ങളെല്ലാം ഗ്രഹിക്കാനിടയായ റോമൻ ഗവർണർ ക്രൊമേഷ്യസും മകൻ തിബൂർത്തിയൂസും മാനസാന്തരപ്പെട്ടു. സെബസ്ത്യാനോസിൻ്റെ കരങ്ങളിൽ നിന്ന് ജ്ഞാനസ്നാനം സ്വീകരിച്ചു. 285 ഡയോക്ലേഷ്യൻ റോമൻ ചക്രവർത്തിയായി. അദ്ദേഹം സെബസ്ത്യാനോസിനെ അംഗരക്ഷക സൈന്യത്തിലെ ഒരംഗമാക്കി. 3 വർഷം അങ്ങനെ കഴിഞ്ഞു. ക്രൊമേഷ്യസും മകനും റോമയിൽ നിന്ന് പലായനം ചെയ്തുവെങ്കിലും അവരെയും സെബസ്ത്യാനോസിനെയും ടോർക്വാറ്റസ് എന്ന ഒരു മതത്യാഗി ഒറ്റിക്കൊടുത്തു. തിബൂർത്തിയൂസിൻ്റെ തല വെട്ടിക്കളഞ്ഞു. ക്രൊമേഷ്യസും വധിക്കപ്പെട്ടു. സെബസ്ത്യാനോസിനോട് ജൂപ്പിറ്റർ ദേവന് ധൂപമർപ്പിച്ച് ജീവൻ സംരക്ഷിക്കുവാൻ ചക്രവർത്തി നൽകിയ ഉപദേശം അദ്ദേഹം അവജ്ഞാപൂർവം തിരസ്കരിച്ചു. തീയിൽ ദഹിപ്പിക്കുമെന്ന് ചക്രവർത്തി ഭീഷണിപ്പെടുത്തിയപ്പോൾ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി തീക്കനലിൽ കൂടി നടക്കുന്നത് റോസാപ്പൂമെത്തയിൽ കൂടെ നടക്കുന്നത് പോലെയാണ് എന്നാണ് സെബസ്ത്യാനോസ് പറഞ്ഞത്. സെബസ്ത്യാനോസിനെ അമ്പെയ്തു കൊല്ലുവാൻ ചക്രവർത്തി ആജ്ഞാപിച്ചു. ഘാതകർ സെബസ്ത്യാനോസിനെ ഒരു മരത്തിൽ വരിഞ്ഞുകെട്ടി അമ്പെയ്തു. മരിച്ചുവെന്ന് കരുതി ആരാച്ചാരന്മാർ സ്ഥലം വിട്ടപ്പോൾ ഐറീൻ എന്ന ഒരു ഭക്തസ്ത്രീ ചെന്ന് സെബസ്ത്യാനോസിനെ ശുശ്രൂഷിച്ച് സുഖപ്പെടുത്തി. സെബസ്ത്യാനോസ് മരിച്ചില്ലെന്ന് കേട്ടപ്പോൾ ഇരുമ്പ് വടികൊണ്ട് അദ്ദേഹത്തെ അടിച്ചുകൊല്ലാൻ ചക്രവർത്തി ഉത്തരവിട്ടു. അങ്ങനെ സെബസ്ത്യാനോസ് രക്തസാക്ഷിത്വ മകുടം ചൂടി. സൈനിക സേവനം ഭക്തജീവിതത്തിന് പൊതുവെ സഹായകമല്ല. എന്നിട്ടും സെബസ്ത്യാനോസ് ഒരു ഉത്തമ പ്രേക്ഷിതനായി ക്രിസ്തുനാഥനെ സേവിച്ചു. അവിടുത്തെ പ്രതി രക്തവും ചിന്തി. അദ്ദേഹത്തിൻ്റെ ചൈതന്യം നമുക്ക് പ്രചോദനമായിരിക്കേണ്ടതാണ്.